അഭിവന്യ ജോർജ് കൂവക്കാട്ട് പിതാവിൻ്റെ സ്ഥാനാരോഹണം SB കോളേജിനെ സംബന്ധിച്ച് വളരെ അഭിമാനത്തിൻ്റെ നിമിഷമാണ്. കാരണം തൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസവും ഡിഗ്രി വിദ്യാഭ്യാസവും 990 മുതൽ 95 വരെ അദ്ദേഹം ഈ കലാലയത്തിലാണ് നിർവഹിച്ചത്. വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് പഠനത്തോട് മാത്രമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ താല്പര്യം. പഠനത്തിൽ താല്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ, പ്രത്യേകിച്ച് കാത്തലിക് സ്റ്റുഡൻസ് മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം വളരെ സജീവമായിരുന്നു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു കത്തോലിക്ക നേതാവിനുണ്ടായിരിക്കേണ്ട വിനയം സ്വായത്തമാക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വസ്തുതയാണ്. തൻ്റെ സ്വതസിദ്ധമായ വിനയം കൊണ്ടും നേതൃത്വ പാഠവും കൊണ്ടും ആശയ വിനിമയത്തിലെ സമ്പുഷ്ടത കൊണ്ടും കൂടെ പഠിച്ച വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സ്നേഹം ഏറ്റുവാങ്ങുവാനുള്ള വലിയ ഒരു ഭാഗ്യം അന്ന് കൂവക്കാട്ട് അച്ഛന് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ കാലത്തിനിടയിൽ അദ്ദേഹം CSM എന്ന പ്രസ്ഥാനത്തിൻ്റെ നേതൃരംഗത്തേക്ക് കടന്നു വന്നു. റീജിയണൽ തലത്തിലും സംസ്ഥാന തലത്തിലും ഭാരവാഹിയാകുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ആ കാലയളവിലൊക്കെ CSMൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വൈവിധ്യമുള്ള പ്രവർത്തനങ്ങളായിരുന്നു. എന്ന് പറഞ്ഞാൽ കലാകാര്യങ്ങളുടെ പ്രോത്സാഹനമുണ്ടായിരുന്നു, ആത്മീയ കാര്യങ്ങളുടെ പ്രോത്സാഹനമുണ്ടായിരുന്നു, സാമൂഹ്യക്ഷേമ പരിപാടികളും ഏറ്റെടുത്തിരുന്നു. ഞാൻ മറക്കാത്ത ഒരു കാര്യം, ഇടുക്കിക്കടുത്ത് കണ്ണമ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഒരു വർക്ക് ക്യാമ്പാണ്. CSM ഏറ്റെടുത്ത വലിയൊരു ചലഞ്ചായിരുന്നു ആ വർക്ക് ക്യാമ്പ്. 10 ദിവസം നീണ്ടുനിന്ന ആ വർക്ക് ക്യാമ്പ് അത് വിജയകരമാക്കുവാൻ വേണ്ടി എത്രമാത്രം അന്ന് ജോർജ് കൂവക്കാട്ട് അധ്വാനിച്ചു എന്ന് നമുക്ക് ഓർക്കാൻ പോലും കഴിയില്ല. അത്രമാത്രം അധ്വാനമാണ് അദ്ദേഹം അതിന് നൽകിയത്. അദ്ദേഹത്തിൻ്റെ അധ്വാനം കൊണ്ടാണ് കൂടെ നിർത്തുന്ന ആൾക്കാരെ എല്ലാവരെയും ചാർജ് ചെയ്ത് അവരെ എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ച് അവർക്കെല്ലാവർക്കും അംഗീകാരം നൽകി വലിയ ഒരു നേതൃത്വ പാഠവും പ്രകടിപ്പിച്ചത് കൊണ്ടാണ് കൂവപ്പടി ക്യാമ്പ് വിജയിക്കുവാൻ സാധിച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇവിടെ പഠിച്ചിരുന്ന കാലത്ത് അധ്യാപകരോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ബഹുമാനം, അവർക്ക് കൊടുക്കുന്ന ഒരു സ്ഥാനം, അവരെ അംഗീകരിക്കുവാനും അവരെ കേൾക്കുവാനുമുള്ള ഒരു മനസ്സ്, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. അതുകൊണ്ട് തന്നെ അറിയാതെ നമ്മൾ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു പോകും. അറിയാതെ ആ അനുഗ്രഹം ഒരിക്കലും അദ്ദേഹം ചോദിച്ചു വാങ്ങുന്നതല്ല, മറിച്ച് തൻ്റെ പ്രവർത്തനം കൊണ്ടും തൻ്റെ പെരുമാറ്റം കൊണ്ടും അധ്യാപകർ അറിയാതെ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു പോകുന്ന സ്ഥിതിവിശേഷം ഒരുക്കുവാൻ അദ്ദേഹത്തിന് പ്രത്യേകമായൊരു സിദ്ധി ഉണ്ടായിരുന്നു. ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഈ സ്ഥാനാരോഹണത്തിൻ്റെ പിറകിൽ അധ്യാപകരുടെ, ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഒരു വലിയ ഘടകമായി വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ്. അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. SBയുടെ ഒരു മകൻ ലോകത്തിന് നെറുകയിലേക്ക് എടുത്തു വെച്ച പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. വത്തിക്കാനിൽ ബഹുമാന്യനായ മാർപ്പാപ്പായുടെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനുള്ള അവസരം SBയുടെ ഒരു പുത്രന് ലഭിച്ചിരിക്കുകയാണ്. SB കലാലയം സന്തോഷിക്കുന്നു. ഭാവി ശോഭനമാകട്ടെ. എല്ലാവിധ ദൈവാനുഗ്രഹവും അഭിവന്യ കൂവക്കാട്ട് പിതാവിന് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.